If you haven't subscribed to this channel yet, subscribe to it and don't forget to click the bell icon for immediate. Hi all, welcome to Network Theory class. ഇന്ന് ഈ സെഷനിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറത്തിന്റെ 3 കേസസ്, അതായത് ഫസ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് സോഴ്സസ് മാത്രം വരുന്ന കേസ്, സെക്കൻഡ് ഡിപെൻഡന്റ് സോഴ്സ് വരുന്ന കേസ്, തേർഡ് കപ്പാസിറ്റർ ഇൻഡക്ടർ AC സർക്യൂട്ട്സ് വരുന്ന കേസ്. 3 പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ കറന്റ് ത്രൂ 4 ohm റെസിസ്റ്റർ സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇത് ഇൻഡിപെൻഡന്റ് സോഴ്സ് മാത്രമുള്ള കേസാണ്. ഫസ്റ്റ് നോക്കുക എത്ര സോഴ്സസ് ഉണ്ടെന്ന് നോക്കുക. ഇതിന്റെ കേസിൽ 5 ആംപിയർ കറണ്ട് സോഴ്സ്, 6 വോൾട്ട് വോൾട്ടേജ് സോഴ്സ്, അനദർ 2 ആംപിയർ കറണ്ട് സോഴ്സ്, എല്ലാം ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആണ്. ഇപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ട് നമ്മൾ അറ്റ് എ ടൈം ഒരു സോഴ്സ് കൺസിഡർ ചെയ്യും, ബാക്കി സോഴ്സസിനെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ടും കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് അറ്റ് എ ടൈം 1 സോഴ്സ് വെച്ചിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ 3 കേസസ് ഉണ്ടായിരുന്നു. അതിൽ നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ന്റെയും കൂടെ സമ്മായിട്ട് വരും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കേസ് 1 കൺസിഡർ ചെയ്യാം. കേസ് 1, 5 ആംപിയർ കറണ്ട് സോഴ്സ് എലോൺ കൺസിഡർ. ഫസ്റ്റ് നമ്മൾ ഈ 5 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം ഉള്ള കേസ് എടുക്കും. അപ്പോഴത്തേക്ക് ഈ 6 വോൾട്ടിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ടും ഈ 2 ആംപിയർ കറണ്ട് സോഴ്സ് നമ്മൾ സർക്യൂട്ട് വെച്ചിട്ടും റീപ്ലേസ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ ഷോർട്ട് ചെയ്യും, ഇതിനെ ഓപ്പൺ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മളുടെ റിസൾട്ടന്റ് ഫിഗർ എങ്ങനെ വരും? ഈ 5 ആംപിയറിന്റെ കേസ് മാത്രം വരുമ്പോഴത്തേക്ക് കറണ്ട് സോഴ്സ് 5 ആംപിയർ, ദിസ് ഈസ് 2 ohm റെസിസ്റ്റർ, 2 ohm. ഈ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യും. അതുപോലെ ഈ കറണ്ട് സോഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യും. റിമൈനിങ് ഒരു 4 ohm വരും. 4 ohm. ഓക്കെ അല്ലേ? അതായത് ഇവിടെ 3 സോഴ്സസ് ഉണ്ട്, 2 കറണ്ട് സോഴ്സും 1 വോൾട്ടേജ് സോഴ്സും, എല്ലാം ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആണ്. ഇപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡറിങ് 5 ആംപിയർ കറണ്ട് സോഴ്സ് എല്ലോ. അപ്പം ഈ 6 വോൾട്ടിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ടും ഈ 2 ആംപിയർ കറണ്ട് സോഴ്സിന് ഓപ്പൺ സർക്യൂട്ടും വെച്ച് റീപ്ലേസ് ചെയ്യും. നമ്മൾ സിംപ്ലിഫൈഡ് ഡയഗ്രാം ഇതുപോലെ കിട്ടും. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വി നീഡ് ടു ഫൈൻഡ് ദ കറണ്ട് ത്രൂ 4 ohm റെസിസ്റ്റർ. അതായത് ഈ കറണ്ട് ആണ് നമുക്ക് 4 ohm റെസിസ്റ്റർ, I4 ohm ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, I4 ohm ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഈ 5 ആംപിയർ മാത്രമുള്ളപ്പോഴും നമ്മൾ I-4 ohm കൺസിഡർ ചെയ്യും. ഈ ഒരു സോഴ്സ് മാത്രമുള്ളപ്പോൾ കറണ്ട് ത്രൂ 4 ohm റെസിസ്റ്റർ റെപ്രസെന്റഡ് ബൈ I-4 ohm. ഇനി അടുത്ത 6 വോൾട്ട് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ I-4 ohm കണ്ടുപിടിക്കും. അതുപോലെ ലാസ്റ്റ് 2 ആംപിയർ വരുമ്പോഴത്തേക്ക് നമ്മൾ I-4 ohm ചെയ്യും. എന്നിട്ട് 3ന്റെയും കൂടെ സമ്മായിരിക്കും ഇൻ എഫക്റ്റ് ഈ 4 ohm കൂടെ പോകുന്ന കറണ്ട് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതാണ് ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വരുന്നത്. നമ്മൾ കേസ് 1 കൺസിഡർ ചെയ്ത് I-4 ohm ആണ് ഇതിലെ കൂടെ ഫ്ലോ ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത്, വിച്ച് ഈസ് ഈക്വൽ ടു ബൈ കറണ്ട് ഡിവിഷൻ റൂൾ ഇങ്ങനെ എഴുതാൻ പറ്റും: ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 2 + 4. ഇതായിരിക്കും current flowing through this 4 ohm resistor represented by I-4 ohm equal to 5 into other resistor by total resistor by either rule ആണ് by current division rule. By current division rule. This simplify ചെയ്യുമ്പോഴത്തേക്ക് you will get as 10/6 ampere. 10/6 ampere. ഫസ്റ്റ് കേസ് ക്ലിയർ അല്ലേ? ഈ 5 ohm മാത്രം കൺസിഡർ ചെയ്ത് ഈ 6 വോൾട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും ഈ 2 ആംപിയർ കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ടുമായിട്ട് റീപ്ലേസ് ചെയ്ത് നമ്മൾ കറണ്ട് ത്രൂ 4 ohm റെസിസ്റ്റർ റെപ്രസെന്റഡ് ബൈ I-4 ohm വിച്ച് ഈസ് ഈക്വൽ ടു 11/6 ആംപിയർ കിട്ടും. ഇനി നമ്മൾ സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യാം. കേസ് 2. കേസ് 2ൽ ഈ 6 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് എലോൺ കൺസിഡർ ചെയ്യാം. 6 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് എലോൺ കൺസിഡറിങ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസിൽ ബാക്കിയുള്ള സോഴ്സസിന് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഈ കറണ്ട് സോഴ്സ് ഡീആക്ടിവേറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആവും. അതുപോലെ
ഇതും എന്താവും, ഓപ്പൺ സർക്യൂട്ട് ആവും. അപ്പോൾ അതിന്റെ ഡയഗ്രം എങ്ങനെ വരും പറഞ്ഞ്. അതായത് ഇതിന്റെ കേസിൽ നമ്മൾ ഈ 6 വോൾട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഈ കറണ്ട് സോഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യും. അപ്പോഴത്തേക്ക് ഈ 2 ഓം മാത്രം വരും. പിന്നെ ഈ 6 വോൾട്ട് അഗെയിൻ ദിസ് 2 ആംപിയർ എന്താവും, നമ്മൾ ഓപ്പൺ ചെയ്യും. ഇനി 4 ഓം വരും. ഇങ്ങനെ ഒരു സിംപ്ലിഫൈഡ് സർക്യൂട്ട് വരും. ഇതെന്ന് വെച്ചാൽ 2 ഓം, ദിസ് ഈസ് 4 ഓം ആൻഡ് ദിസ് ഈസ് 6 വോൾട്ട്. ഇങ്ങനെ വരും അല്ലേ. ഇത് ഓപ്പൺ ആക്കി അപ്പോൾ ജസ്റ്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്കുള്ള കറണ്ട് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. I'4 ഓം. ഈ 4 ഓമിലുള്ള കറണ്ട് I'4 ഓം ഈക്വൽ ടു എങ്ങനെ വരും, I = V/R. അപ്പോൾ ഇവിടെ V എന്ന് വെച്ചാൽ മൈനസ് വരും, പ്ലസ് മൈനസ് മൈനസ് V6/R എന്ന് വെച്ചാൽ ടോട്ടൽ ബൈ 6 എന്ന് വരും. -6/6 ആംപിയർ ആയിരിക്കും ഇതിന്റെ കേസിൽ I'4 ഓം എന്ന് പറയുന്നത്. കൺസിഡറിങ് ദിസ് 6 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് alone you get I'. ഇതായിട്ട് റെപ്രസെന്റേഷൻ ആണ്. ഫസ്റ്റ് ഈ 5 ആംപിയർ ഉള്ളപ്പോൾ I'4 ഓം റെപ്രസെന്റ് ചെയ്ത് ഈ 6 വോൾട്ട് മാത്രം കൺസിഡർ ചെയ്തപ്പോഴത്തേക്ക് I'4 ഓം നമ്മൾ കൺസിഡർ ചെയ്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു -6/6 ആംപിയർ എന്ന് കിട്ടും. ഈ ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമുള്ളപ്പോൾ. ഈ മൂന്നാമത്തെ കേസ് എടുത്തില്ലേ, കേസ് 3 എടുക്കാം. കേസ് 3 നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞ, കേസ് 3 ഈ 2 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. കൺസിഡറിങ് 2 ആംപിയർ കറണ്ട് സോഴ്സ് alone. അപ്പോഴത്തേക്ക് ഈ ഇതെന്താവും, ഓപ്പൺ ആവും. ഈ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ആവും ഇല്ലേ. എത്ര കുറച്ച് കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യും, വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഈ 5 ആംപിയറിന് നമ്മൾ ഓപ്പൺ ചെയ്യും, ഈ 6 വോൾട്ടും ഷോർട്ട് ചെയ്യും. ഇതിലേക്ക് സർക്യൂട്ട് എങ്ങനെ വരും പറഞ്ഞ്, സർക്യൂട്ട് ഇവിടെ ഓപ്പൺ ആവും. അപ്പോഴത്തേക്ക് ഇവിടെ 2 ഓം വരും. ഈ 6 വോൾട്ട് നമ്മൾ ഷോർട്ട് ചെയ്യും. ഈ കറണ്ട് സോഴ്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് 2 ആംപിയർ കറണ്ട് സോഴ്സ് alone ആണ് കൺസിഡർ ചെയ്യുന്നത്. ബാക്കി ദിസ് ഈസ് 4 ഓം. ഇങ്ങനെ ഒരു സർക്യൂട്ട് ആയിട്ട് വരും. ഇവിടെ നമ്മുടെ ഈ 4 ഓമിന് അക്രോസ് ഉള്ള കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ മൂന്നാമത്തെ കേസ് ആയിട്ട് I'4 ഓം എഴുതി. ഇറ്റ് ഈസ് ഈക്വൽ ടു. ഇവിടെ ആണെങ്കിൽ ഇതിന്റെ കേസിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തത്. കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും, I'4 ഓം ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇറ്റ് ഈസ് 2 ഇൻറ്റു അതർ റെസിസ്റ്റർ ബൈ ടോട്ടൽ റെസിസ്റ്റർ. നമുക്ക് 4 ഓമിക്കുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ബൈ കറണ്ട് ഡിവിഷൻ റൂള് ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റർ, ദാറ്റ് ഈസ് ഹിയർ 2 ഓം ഇസ് അതർ റെസിസ്റ്റർ ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റർ 2 + 4. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് you will get it as 4/6. 2 × 2 4/6 ആംപിയർ എന്ന് കിട്ടും. 4/6 ആംപിയർ. 3 കേസ് നമ്മൾ കൺസിഡർ ചെയ്ത് അതിന്റെ ഓരോന്നിന്റെയും കേസിലുള്ള 4 ഓമിയുടെ കറണ്ട് ഫസ്റ്റ് I'4 ഓം, സെക്കൻഡ് കേസിൽ 6 വോൾട്ട് അലോൺ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് I'4 ഓം ഫൈൻഡ് ഔട്ട് ചെയ്ത്, തേർഡ് കേസിൽ ഈ 2 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് I'4 ഓം ഇറ്റ് ഈസ് ഈക്വൽ ടു 4/6 ആംപിയർ എന്ന് കിട്ടി. ഇനി ബൈ സൂപ്പർ പൊസിഷൻ തിയറം എന്തായിരിക്കും റിസൾട്ട് ഇടുന്നത്, ബൈ സൂപ്പർ പൊസിഷൻ തിയറം നെറ്റ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതിന്റെ മൂന്നിന്റെയും കൂടെ സം ആയിരിക്കും. നെറ്റ് കറണ്ട് ത്രൂ 4 ഓം, നെറ്റ് കറണ്ട് ത്രൂ 4 ഓം റെസിസ്റ്റർ ഈക്വൽ ടു I'4 ഓം പ്ലസ് I'4 ഓം പ്ലസ് I'4 ഓം. ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂസ് നമുക്ക് ഇട്ടിട്ടുണ്ട്. I'4 ഓം എന്ന് വെച്ചാൽ 10/6 ആയിരുന്നു, പ്ലസ് ഡബിൾ ഡാഷിന്റെ കേസിൽ -6/6 ആയിരുന്നു, തേർഡിന്റെ കേസിൽ പ്ലസ് 4/6 വന്നു. എല്ലാം ഡിനോമിനേറ്റർ 6 ആണ്. അപ്പോഴത്തേക്ക് ഫൈനൽ ആൻസർ നമുക്ക് 8/6 ആംപിയർ കിട്ടും. ഇതാണ് ഇതിന്റെ ആൻസർ, 8/6 ആംപിയർ. ഈ പ്രോബ്ലത്തിനകത്ത് ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് കറണ്ട് സോഴ്സ് മാത്രമുള്ള കേസായിരുന്നു. 3 സോഴ്സസ് ഉണ്ടായതുകൊണ്ട് 3 കേസസ്. അതിന്റെ സൂപ്പർ പൊസിഷൻ എന്ന് വെച്ചാൽ ലാസ്റ്റിൽ നെറ്റ് എന്ന് വെച്ചാൽ 3ന്റെയും കൂടെ സം ആയിട്ടുള്ള കേസാണ് വന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു ഡിപ്പെൻഡന്റ് സോഴ്സ് വരുന്ന കേസിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ തിയറം എങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ്. ഇവിടെ ആണെങ്കിൽ ഡയമണ്ട് ഷേപ്പിലെ ആരോ മാർക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് റെപ്രസെന്റ്സ് എ
കറണ്ട് സോഴ്സ് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ആണ്. ഇവിടെ ഒരു കറണ്ട് ആയി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആയിരിക്കും ഈ കറണ്ട് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് കേസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 6 ഓമിലുള്ള കറണ്ട് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് by using superposition theorem. Here the case is a dependent source in a case ആണ്. ഓക്കെ, ഇവിടെ ഇൻഡിപെൻഡന്റ് സോഴ്സ് എടുക്കാൻ നോക്കുക. അവർ 2 ഇൻഡിപെൻഡന്റ് സോഴ്സസ് ഉണ്ട്. ഒരു 5 വോൾട്ടിന്റെ കേസും ഉണ്ട്, ഒരു 10 വോൾട്ട് കേസും ഉണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് രണ്ടിന്റെ കേസ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനത്തെ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ വരുമ്പോഴത്തേക്ക് ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിപെൻഡന്റ് സോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. കേസ് എടുക്കുമ്പോഴത്തേക്ക് ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണ് ഓരോ കേസായിട്ട് കൺസിഡർ ചെയ്ത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കേസിൽ കേസ് 1 എടുക്കാം. കേസ് 1ന്റെ കേസിൽ നമ്മൾ 15 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് അലോൺ കൺസിഡർ ചെയ്യാണ്. 15 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് അലോൺ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 10 വോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, അല്ലേ വരുന്നത്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കും? ഈ 6 ഓമിലുള്ള കറണ്ട് കണ്ടുപിടിക്കും. സെക്കൻഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 10 വോൾട്ട് കേസ് എടുക്കും. അപ്പോൾ ഈ 15 വോൾട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അന്നേരം ഇതിലേക്കുള്ള കറണ്ട് കണ്ടുപിടിക്കും. ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിന്റെ രണ്ടിനും കൂടെ സം ആയിരിക്കും. നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും കൂടെ സം ആയിരിക്കും വരുന്നത്. ലാസ്റ്റ് 6 ഓം റെസിസ്റ്റൻസിലുള്ള കറണ്ട് വരുന്നത്. ഓക്കെ, കേസ് 1 15 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് അലോൺ കൺസിഡർ ചെയ്യുന്ന കേസാണ്. അതിന്റെ കേസിലുള്ള ഡയഗ്രാം വരയ്ക്കാം. ഡയഗ്രാം ഇതിൽ പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ എന്ത് വ്യത്യാസം വരും? ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, ബാക്കി ഇത് സെയിം ആണ്. ഒന്ന് റീഡ്രോ ചെയ്യുകയാണ്. ഇവിടെ 15 വോൾട്ട് അലോൺ കൺസിഡർ ചെയ്യുകയാണ്. ഹിയർ 6 ഓം, ഒരു ഡിപ്പെൻഡന്റ് സോഴ്സ് ആരോ ആയതുകൊണ്ട് കറണ്ട് സോഴ്സ്, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഈ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. കാരണം സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളിൽ അറ്റ് എ ടൈം ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ 10 വോൾട്ടിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് സർക്യൂട്ട് ഇങ്ങനെ വരും. ഇതിനകത്ത് 15 വോൾട്ട്, ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3i ആണ്. ഹിയർ ഇറ്റ് ഈസ് 8 ഓം. ഇതിലേക്കുള്ള കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. i ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കേസ് വരുമ്പോൾ ഏതാണോ ഡിപ്പെൻഡന്റ് പാരാമീറ്റർ അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഇവിടെ i ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പോൾ അതിൻ്റെ കേസിൽ ഐയുടെ വാല്യൂ എഴുതാണ്. i ഈക്വൽ ടു സപ്പോസ് ഇതിൻ്റെ ഇവിടെ വി ആണ് നോക്കുക, നോഡ് വി ആണ് നോക്കുക. അപ്പോഴത്തേക്ക് സപ്പോസ് നോഡ് വി ആണെങ്കിൽ എങ്ങനെ വരും? ഐയുടെ വാല്യൂ എന്ത് വരും? i ഈക്വൽ ടു വി ബൈ ആർ അല്ലേ? അപ്പോൾ 15 മൈനസ് വി ബൈ ആർ വാല്യൂ 6 ആണ്. ഐയുടെ വാല്യൂ വി ബൈ ആർ, ഇത് പ്ലസ് 15 മൈനസ് വി ബൈ ആർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റർ. ഐ ഈക്വൽ ടു വി ബൈ ആർ. ഇതിന് വിയുടെ വാല്യൂ എന്ത് കിട്ടും? വി ഇൻ ടേംസ് ഓഫ് വി എന്ത് കിട്ടും? മൈനസ് 6i പ്ലസ് 15 കിട്ടും. ഓക്കെ, ഇതിനകത്തുനിന്ന് വി ഈക്വൽ ടു മൈനസ് 6i പ്ലസ് 15 കിട്ടും. ഇനി ഈ നോഡ് ഇക്വേഷൻ എഴുതുക. നമുക്ക് ഇതിൻ്റെ അക്രോസ് കറണ്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ നോഡ് ഇക്വേഷൻ എഴുതുക. നോഡ് ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് പറഞ്ഞ് ഇവിടെ ഈ വി നോഡിന് റൈറ്റിംഗ് ഇക്വേഷൻ ഫോർ നോഡ് 1. ഇക്വേഷൻ 1 നോഡ് എഴുതുകയാണ്. ഇതിനകത്ത് ഈ നോഡിന് ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് നോക്കുക. ഒരു 6 ഓം ബ്രാഞ്ച് ഉണ്ട്, 8 ഓം ബ്രാഞ്ച് ഉണ്ട്, ഒരു 3i കറണ്ട് സോഴ്സ് ഉണ്ട്. അതിൻ്റെ മൂന്നിൻ്റെയും കൂടെ സമ്മായിട്ട് വരും. അപ്പോൾ 6 ഓമിൻ്റെ കേസിൽ എന്ത് വരും? വി ഇവിടെ മൈനസ് ആയിട്ട് മൈനസ് 15/6, വി മൈനസ് 16/6. ഇതിന് അക്രോസ് ഉള്ള ഇക്വേഷനായി പ്ലസ് നെക്സ്റ്റ് 8ൻ്റെ എന്ത് വരും? വി ബൈ 8 വരും. വി ബൈ 8. ഈ ഇതിൻ്റെ കേസിൽ നോർമലി ലോവർ നമ്മൾ നോഡ് എടുക്കുന്ന ഹയർ പൊട്ടൻഷ്യലായിരിക്കും. അപ്പോൾ ഡൗൺവേർഡ്സ് ഡയറക്ഷനിലേക്ക് പോകുന്നത്. പക്ഷെ ഇതിൻ്റെ ഡയറോ വന്നിരിക്കുന്ന അപ്വേർഡ് ഡയറക്ഷനാണ്. സോ മൈനസ് 3i വരും. മൈനസ് 3i ഈക്വൽ ടു 0. നമ്മൾ ഈ നോഡിൻ്റെ ഈ വി നോഡിൻ്റെ നോഡ് ഇക്വേഷൻ എഴുതിയതാണ്. 3 ബ്രാഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ വി മൈനസ് 15/6, സെക്കൻഡ് വി ബൈ 8. തേർഡിൻ്റെ കേസിൽ നോർമൽ നോഡ് എന്ന് വെച്ചാൽ ഹയർ പൊട്ടൻഷ്യലായിരിക്കും. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ ഡൗൺവേർഡ്സ് ആയിരിക്കും. തന്നിരിക്കുന്ന കറണ്ട് സോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ ആയിട്ട് 3i എഴുതി. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിയുടെ വാല്യൂ ഈ വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം നമുക്ക് ഇതിനകത്ത് കറണ്ട് വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഈ വിയിലെല്ലാം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം?
മൈനസ് 6i മൈനസ് 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ എന്ത് വരും പറഞ്ഞേ, മൈനസ് 6i പ്ലസ് 15, ഇവിടെ മൈനസ് 15 ഡിവൈഡ് ബൈ 6 പ്ലസ് വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മൈനസ് 6i പ്ലസ് 15 ബൈ 8 മൈനസ് 3i ഈക്വൽ ടു 0. ഇവിടെ എല്ലാം ഇതിൻ്റെ ടേംസ് വേരിയബിൾ i മാത്രമേ ഉള്ളൂ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.3947 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അത് ഞാനിപ്പം ഈ കേസ് 1 ആയതുകൊണ്ട് ഐ ഡാഷിൻ്റെ ഇടുകയാണ്. ഓക്കെ, ഐ ഡാഷിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ 6 ഓം റെസിസ്റ്റർ, അല്ലെങ്കിൽ ഐ ഡാഷ് 6 ഓം എന്നല്ല, മുമ്പ് എഴുതിയ പോലെ ഐ ഡാഷ് 6 ഓം ഇസ് ഇക്വൽ ടു 0.3947 ആംപിയർ മീറ്റേഴ്സ്. കേസ് 1 നമ്മൾ എഴുതി. കേസ് 1 ക്ലിയർ ആയില്ലേ? സോഴ്സ് വരുമ്പോൾ ആ ഡിപെൻഡന്റ് വേരിയബിൾ ആദ്യമേ ഒന്ന് എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഒരു നോഡ് ഇക്വേഷൻ എഴുതി അതിൽ നിന്ന് ഐ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ സെക്കൻഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 10 വോൾട്ട് മാത്രമേ കൺസിഡർ ചെയ്യും, 10 വോൾട്ട് അലോൺ കൺസിഡർ ചെയ്യും. അപ്പോഴത്തേക്ക് 15 വോൾട്ടിന് നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട്. കേസ് 2 കൺസിഡറിങ് 10 volt source alone. Considering 10 volt source alone, so this 15 volt source become short circuit. ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇവിടെ 15 നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത്, ഇത് 6 ഓം, ഇത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, ആരോ മുകളിലോട്ട് 3i മൈനസ് പ്ലസ്, this is 10 വോൾട്ട്. നമ്മൾ ഈ കേസിൽ ഈ 10 വോൾട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് 15 വോൾട്ടിന് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് സർക്യൂട്ട് ഇങ്ങനെ കിട്ടി. ഇതിലേക്കുള്ള കാരണമാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ കേസിൽ ഇപ്പോൾ ഐ ഡാഷ് എടുക്കുന്നത് ഐ ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം. ഇതിൻ്റെ കേസിൽ ഡിപെൻഡൻറ്റ് കേസിൽ എടുത്തിട്ട് നമ്മൾ ഐയുടെ ഇക്വേഷൻ ആദ്യം എഴുതുന്നത്. ഓക്കെ, ഐ ഈക്വൽ ടു എന്തെന്നൊരു ഐ ഈക്വൽ ടു, ഇതിപ്പോൾ വി ആണെങ്കിൽ ഐ ഈക്വൽ ടു എന്തൊരു, നോർമലി ഐയുടെ ഡയറക്ഷൻ എന്താ, നോർമലി ഡൗൺവേർഡ് ഡയറക്ഷനാണ് കൊടുക്കുന്നത്. തന്നിട്ടുണ്ട് ഐയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. മൈനസ് വി ബൈ 6 ഉണ്ട്, വി ബൈ ആർ ഈക്വൽ ടു 6. ഈ ഫിഗറിനകത്ത് ഐ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അത് ഈ നോഡിലോട്ടാണ് പോകുന്നത്. നോർമൽ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ ഒരു റെഫറൻസ് കൊടുക്കുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണ് പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്ന കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് വന്നു, മൈനസ് വി ബൈ 6 വന്നു. ഇനി ഇത് വി എന്ത് കിട്ടും, വി ഈക്വൽ ടു മൈനസ് 6i കിട്ടും, വി ഈക്വൽ ടു മൈനസ് 6i കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ഇക്വേഷൻ കൂടെ വേണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ നോഡ് ഇക്വേഷൻ എഴുതും. ഈ നോഡ് ഇക്വേഷൻ എഴുതും, റൈറ്റിംഗ് നോഡ് ഇക്വേഷൻ. അപ്പം അതിന് ഇതിൻ്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ വി ബൈ 6 പ്ലസ്, സെക്കൻഡിൻ്റെ കേസിൽ ഇത് 8 ഓം ആണ്. ഇപ്പോഴത്തേക്ക് വി ഇവിടെ എൻ ചെയ്യുന്ന പ്ലസ്സിലായതുകൊണ്ട് വി പ്ലസ് 10 ഡിവൈഡഡ് ബൈ 8. ഡൗൺവേർഡ് ഡയറക്ഷനാണ് കൺവെൻഷൻ വരുന്നത്. തന്നിരിക്കുന്ന അപ്വേർഡ് ഡയറക്ഷനായതുകൊണ്ട് മൈനസ് 3i ഈക്വൽ ടു 0. നോഡ് ഇക്വേഷൻ എഴുതി മനസ്സിലായോ? ഇത് ഈ നോഡിനെ എഴുതുന്നത്. അപ്പം അതിൽ 3 ബ്രാഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ വി ബൈ 6, വി ബൈ ആർ, 6 വി ബൈ 6. ഇതിൻ്റെ വി ഇവിടെ എൻ ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ട് പ്ലസ് 10 ഡിവൈഡ് ബൈ ആർ 8. ഇതിൻ്റെ കേസിൽ നോർമൽ കൺവെൻഷൻ ഡൗൺവേർഡ്സ് ആണ്, അല്ലെങ്കിൽ അപ്വേർഡ് ആയിട്ട് മൈനസ് 3i. ഇവിടെ ചെയ്ത പോലെ എന്ത് ചെയ്യും, ഈ വിയുടെ എക്സ്പ്രഷൻ കിട്ടും. വി ഈക്വൽ ടു മൈനസ് 6i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം നമ്മുടെ കണ്ടുപിടിക്കുന്നത് ഐ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വിക്ക് മൈനസ് 6i വരും. മൈനസ് 6i ബൈ 6 പ്ലസ് മൈനസ് 6i പ്ലസ് 10 ഡിവൈഡ് ബൈ 8 മൈനസ് 3i ഈക്വൽ ടു 0 വരും. ഇതിനകത്ത് വേരിയബിൾസ് ആയിട്ടുള്ളത് ഐ മാത്രമേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ 0.263 ആംപിയർ കിട്ടും. അപ്പോൾ ഇതിനാണെങ്കിൽ 6 ഓം ഡബിൾ ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം ഈ 10 വോൾട്ട് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഐ ഡബിൾ ഡാഷ് 6 ഓം, കറണ്ട് 6 ഓം കൺസിഡറിങ് 10 വോൾട്ട് സോഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് 15 വോൾട്ട് സോഴ്സിൻ്റെ കേസിൽ നമുക്ക് ഐ ഡാഷ് 6 ഓം ഈ ഒരു വാല്യൂ കിട്ടി. ഈ 10 വോൾട്ട് അലോൺ കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറി അനുസരിച്ച് നെറ്റ് കറണ്ട് എന്തായിരിക്കും, സമോ ഐ ഡാഷ് 6 ഓം പ്ലസ് ഐ ഡബിൾ ഡാഷ് 6 ഓം ആയിരിക്കും. അപ്പോൾ നെറ്റ് കറണ്ട് ഇസ് ദ സം ഓഫ് ദീസ് ടു കറണ്ട്സ് ആയിരിക്കും.
അതായത് ഐ ഡാഷ് 6 ഓം പ്ലസ് ഐ ഡബിൾ ഡാഷ് 6 ഓം. ഈ വാല്യൂ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് ത്രൂ 6 ഓം റെസിസ്റ്റർ ആൻസർ 0.6578 ആംപിയർ ഇതാണ് അതിൻ്റെ ആൻസർ. സെക്കൻഡ് പ്രോബ്ലം ഡിപെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസ് ആയിരുന്നു. ഡിപെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസിന് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണ് നമ്മൾ ഡിഫറെൻറ്റ് കേസായിട്ട് എടുക്കുന്നത്. അതിൽ 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഉണ്ടായിരുന്നു, 2 വോൾട്ടേജ് സോഴ്സ് ആണ്. കേസ് 1 ഈ ഫസ്റ്റ് 15 വോൾട്ട് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോഴത്തേക്ക് 10 വോൾട്ട് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഈ ഒരു സർക്യൂട്ട് കിട്ടും. ഇതിനകത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റിനകത്ത് കറണ്ട് ത്രൂ 6 ഓം റെസിസ്റ്ററാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ 15 വോൾട്ട് എലോൺ ആയതുകൊണ്ട് അതിൽ ഞാൻ ഐ ഡാഷ് 6 ഓം റെപ്രസെൻറ്റ് ചെയ്തു. അതിലേക്കുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഡിപെൻഡൻറ്റ് സോഴ്സ് ആയതുകൊണ്ട് ഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ എക്സ്പ്രഷൻ എഴുതി, അതിനുശേഷം നോഡ് ഇക്വേഷൻ എഴുതി. അതിനകത്ത് ഡിപെൻഡൻറ്റ് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐ കറണ്ട് ത്രൂ 6 ഓം ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് ഐ ഡാഷ് 6 ഓം റെപ്രസെൻറ്റ് ചെയ്തു. സെക്കൻഡ് കേസിൽ ഈ 10 വോൾട്ട് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് 15 വോൾട്ട് സോഴ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് അതിലേക്ക് കറണ്ട് 6 ഓം ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്ത് ഈ ഡിപെൻഡൻറ്റ് പാരാമീറ്റർ ഐയുടെ എക്സ്പ്രഷൻ എഴുതി. അതിൽ നിന്ന് വി ഈക്വൽ ടു -6 ആയി കിട്ടി. ഇതിൻ്റെ നോഡ് ഇക്വേഷൻ എഴുതി. നോഡ് ഇക്വേഷനകത്ത് വി ഈക്വൽ ടു -6 ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനകത്ത് നമുക്ക് ഐ കറണ്ട് ത്രൂ 6 ഓം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് ഐ ഡബിൾ ഡാഷ് 6 ഓം റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നെറ്റ് കറണ്ട് ത്രൂ 6 ഓം യൂസിങ് സൂപ്പർപോസിഷൻ തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ റെസ്പോൺസസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഐ ഡാഷ് 6 ഓം പ്ലസ് ഐ ഡബിൾ ഡാഷ് 6 ഓം ഈക്വൽ ടു 0.6578 ആംപിയർ ഫൈനൽ ആൻസർ. നമ്മൾ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൻ്റെ കേസും സെക്കൻഡ് ഡിപെൻഡൻറ്റ് സോഴ്സിൻ്റെ പ്രോബ്ലം ചെയ്തു. ഈ തേർഡ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി സർക്യൂട്ട്സ്, അതായത് കപ്പാസിറ്ററിന് എ സി സർക്യൂട്ടിൻ്റെ കേസിൽ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം 3 കാറ്റഗറിയിൽ പ്രോബ്ലം ആവും സൂപ്പർപോസിഷൻ തിയറത്തിൻ്റെ. ഓക്കെ, ഇതിനകത്ത് കറണ്ട് ഐ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് യൂസിങ് സൂപ്പർപോസിഷൻ തിയറം. ഇതിപ്പം ഇൻഡക്ടർ വന്നത് എ സി സർക്യൂട്ട്സ് ആണ്. J3 എന്ന് പറയുന്ന ഇൻഡക്ടറാണ്, -J5 എന്ന് വെച്ചാൽ കപ്പാസിറ്ററാണ്. ഇവിടെ നോക്കുക ഏതൊക്കെ സോഴ്സസ് ഉണ്ടെന്ന് നോക്കുക. ഇതിൻ്റെ കേസിൽ 2 വോൾട്ടേജ് സോഴ്സും ഒരു കറണ്ട് സോഴ്സും ഉണ്ട്. എല്ലാം ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ആണ്. 3 കേസസ് വരും. നമ്മൾ ആദ്യമേ ഈ ഫസ്റ്റ് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും, ബാക്കി 2 സോഴ്സിന് ഡീആക്ടിവേറ്റ് ചെയ്യും. സെക്കൻഡ് കേസിൽ സെക്കൻഡ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യും, അതർ 2 സോഴ്സിന് ഡീആക്ടിവേറ്റ് ചെയ്യും. തേർഡ് കേസിൽ തേർഡ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യും, അതർ 2 സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്യും. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കഴിഞ്ഞു അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്. കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് വെച്ചിട്ടായി ഡീആക്ടിവേറ്റ് ചെയ്യും. ഇതിൽ കേസ് 1 എടുക്കാം. കേസ് 1 ഈ 13∠25° വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യുന്ന കേസ്. വോൾട്ടേജ് സോഴ്സ് 13∠25° വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യുന്ന കേസാണ്. അപ്പോഴത്തേക്ക് ഈ കറണ്ട് സോഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അതിൻ്റെ ഡയഗ്രം വരയ്ക്കാം. അതിൻ്റെ ഡയഗ്രം എടുത്തിട്ട് 13∠25°, ഇത് 4 ഓം, J3 ഓം, ഇത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഈ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇങ്ങനെയൊരു സർക്യൂട്ട് കിട്ടും. ഇതിൻ്റെ വാല്യൂ 4 ഓം, ദിസ് ഈസ് J3 ഓം, -J5 2 ഓം. ഈ 13∠25 ഇങ്ങനെയൊരു സർക്യൂട്ടായിരിക്കും വരുന്നത്. അതർ 2 സോഴ്സസ്, ഈ കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഈ കറണ്ട് ഐ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം ഐ ഈക്വൽ ടു V/R ഫോമിലാണ്. V/R ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ V എന്ന് വെച്ച് കഴിഞ്ഞാൽ 13∠25 ആണ് ഡിഗ്രി, ഡിവൈഡ് ബൈ R എന്ന് വെച്ചാൽ സം ഓഫ് ഇംപിഡൻസസ് വരും. അത് 6 4 ഓം 2 ഓം 6 ഓം 6 - 2J എന്ന് വരും. പോളാർ റെക്ടാങ്കുലർ കൺവേർഷൻ ചെയ്തിട്ട് ലാസ്റ്റ് പോളാർ ഫോമിൽ 2.05 ∠43.6° ആംപിയർ കിട്ടും. കറണ്ട് ത്രൂ ഐ ത്രൂ കൺസിഡറിങ് 13∠25° സോഴ്സ്. ഇനി കേസ് 2 എടുക്കുക. കേസ് 2ൻ്റെ കേസിൽ നമ്മൾ 50° കറണ്ട് സോഴ്സ് മാത്രം എടുക്കും. അപ്പോൾ ഇത് രണ്ടും
ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയഗ്രം വരയ്ക്കാം. ഈ വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. 4 ഓം ഇൻഡക്ടർ. ഇനി ഈ കറണ്ട് സോഴ്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ 3∠50°. ഇത് ഈ വോൾട്ടേജ് സോഴ്സിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് എടുക്കും ഇല്ലേ. ഇവിടെ 4 ഓം, J3 മൈനസ് J5 2 ഓം. ഈ സെക്കൻഡ് കേസിൽ ഈ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് വോൾട്ടേജ് സോഴ്സിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഓക്കെ. ഇനി കറണ്ട് ഐ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഐ ഈക്വൽ ടു നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് ഐ ഈക്വൽ ടു ഇത് നോർമലി അപ്പോൾ ഡയറക്ഷനാണ് കിടക്കുന്നത്. നോഡ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ കൺവെൻഷൻ ഡൗൺവേർഡ്സ് ആണ്. അതുകൊണ്ട് ഇത് -3∠50° എടുക്കണം. ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ച് ബൈ ടോട്ടൽ ബ്രാഞ്ച് ആയിരുന്നു. ഇവിടെ നമുക്ക് ഇതിലേക്കുള്ള കറണ്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതർ ബ്രാഞ്ച് -J5 ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ്. ടോട്ടൽ വരുമ്പോഴത്തേക്ക് 4 + 2 6, J3 മൈനസ് J5 മൈനസ് 2J. ഓക്കെ. ഇതിനകത്ത് കറണ്ട് ഡിവിഷനുള്ള എടുത്തിരിക്കുന്നത് ഐ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഐ ഈക്വൽ ടു നോർമൽ നോഡിൻ്റെ ഔട്ട്വേർഡ് സെക്ഷൻ വരുന്നത് ഇത് അപ്പോ ഡയറക്ഷൻ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കറണ്ട് സോഴ്സിന് -3∠50° ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതിലേക്കുള്ള കണ്ടുപിടിക്കുന്നത് അതർ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ പോളാർ റെക്ടാങ്കിൾ കൺവേർഷൻ ഒക്കെ ചെയ്യണം. അഡീഷൻ സബ്ട്രാക്ഷൻ ആണെങ്കിൽ റെക്ടാങ്കിൾ പോളാർ ഫോം ആയിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ പോളാർ ഫോം ആയിരിക്കണം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് -2.56∠0.236 ആംപിയർ എന്ന് കിട്ടും. ഈ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇനി മൂന്നാമത്തെ കേസ് കൺസിഡർ ചെയ്യണം. കേസ് 3. കേസ് 3ൽ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രം എടുക്കും. ഇപ്പോഴത്തേക്ക് ഈ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഈ കറണ്ട് സോഴ്സ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. നമ്മൾ ഡയഗ്രം വരയ്ക്കാം. ഡയഗ്രം ഇതുപോലെ വരും. ലാസ്റ്റ് വോൾട്ടേജ് സോഴ്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് അതിൻ്റെ വാല്യൂ 20∠−30° എന്നാണ്. ദിസ് ഈസ് 4 ഓം, J3 മൈനസ് J5 2 ഓം ആണ്. ഓക്കെ. ഇതിൻ്റെ കേസിൽ കറണ്ട് ഐ ഈക്വൽ ടു വരും V/R ഫോം വരും. ഇവിടെ വിയും മൈനസ് ആവുന്നത് പ്ലസ് മൈനസ് വരുന്നത് -20 + 30° ഡിവൈഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് 6 - J2 എന്ന് വരും. അതിനെ പോളാർ റെക്ടാങ്കിൾ കൺവേർഷൻ ചെയ്യുമ്പോഴത്തേക്ക് 3.16∠−11.57 ആംപിയർ എന്ന് വരും. ഓക്കെ. ഇവിടെ ഈ ഒരു കേസിൽ AC കേസാണ്. 3 സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സോഴ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ട് ബാക്കി 2 സോഴ്സസ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്. കറണ്ട് സോഴ്സിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഫസ്റ്റ് കേസിൽ ഈ 13∠25° വോൾട്ടേജ് സോഴ്സ് മാത്രം എടുത്തു. അപ്പോഴത്തേക്ക് നമുക്ക് സർക്യൂട്ട് ഇങ്ങനെ വരും. അതിൽ നിന്ന് ഐ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. സെക്കൻഡ് കേസിൽ ഈ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യും. ഈ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കറണ്ടിൻ്റെ വാല്യൂ കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത്. തേർഡ് കേസിൽ ഈ വോൾട്ടേജ് സോഴ്സ് മാത്രം ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഇതിനെ നമ്മൾ കറണ്ട് സോഴ്സിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് ഇങ്ങനെ സർക്യൂട്ട് കിട്ടി. അതിനകത്ത് ഈ കറണ്ടിൻ്റെ കാര്യം ഓർക്കണം. ഇവിടെ മൈനസ് വരുന്ന കാര്യം ഓർക്കണം. ഇനി ബൈ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ടോട്ടൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതിൻ്റെ 3 സം ആയിരിക്കും. സൂപ്പർപോസിഷൻ തിയറം വെച്ചിട്ട് നെറ്റ് കറണ്ട് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ദീസ് 3 ആയിരിക്കും. അപ്പോൾ സം ചെയ്യാൻ വേണ്ടി റെക്ടാങ്കിൾ കൺവേർട്ട് ചെയ്ത് സം ചെയ്തിട്ട് അതിനെ പോളറിലേക്ക് എടുക്കണം. ഇതിൻ്റെ ആൻസർ 4.63∠153.99° ആംപിയർ എന്ന് കിട്ടും. ആൻസർ ചെയ്ത് നോക്കിയാൽ 4.63∠153.99° എന്ന് കിട്ടും. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ 3 ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് കേസ് സൂപ്പർപോസിഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് വരുന്ന മാത്രമുള്ള കേസ്. സെക്കൻഡ് വണ്ണ് ഡിപെൻഡൻറ്റ് സോഴ്സസ് വരുന്ന കേസ്. തേർഡ് വണ്ണ് AC സർക്യൂട്ട്സ് വരുന്ന കേസ്. 3 കേസ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളിൻ്റെ കേസ് വരുത്തുള്ളൂ. അത് 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. If you haven't subscribed to this channel yet, subscribe to it and don't forget to click the bell icon.